നമസ്കാരം. പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ. ഇന്ന് ഡിസംബർ 24 ചൊവ്വ 2024 വാർത്തകളിലേക്ക്. സ്നേഹവും സാഹോദര്യവുമാണ് ക്രിസ്തുവിൻ്റെ സന്ദേശമെന്നും അത് ശക്തിപ്പെടുത്താൻ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡൽഹിയിലെ CBCI ആസ്ഥാനത്ത് ഇന്നലെ നടന്ന ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ആഘോഷത്തിൽ വിവിധ കാത്തോലിക്ക സഭകളുടെ പ്രമുഖരടക്കം 300ഓളം പേർ പങ്കെടുത്തു. സഭാ നേതാക്കൾക്കൊപ്പം ക്രിസ്മസ് ആഘോഷിക്കാൻ കഴിഞ്ഞത് ഭാഗ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ദാരിദ്ര്യത്തിനെതിരെ ഇന്ത്യ നടത്തുന്ന യുദ്ധം യേശുക്രിസ്തുവിൻ്റെ വചനങ്ങളോട് ചേർന്ന് നിൽക്കുന്നതാണെന്നും മോദി പറഞ്ഞു. രാഷ്ട്രീയ നേതാക്കൾക്കും മാധ്യമങ്ങൾക്കും CMLR പണം നൽകിയത് അഴിമതി മറയ്ക്കാനെന്ന് SFIO ദില്ലി ഹൈക്കോടതിയിൽ. SFIO അന്വേഷണം റദ്ദാക്കണം ആവശ്യപ്പെട്ട് CMRL നൽകിയ ഹർജിയിലെ വാദത്തിനിടെയാണ് ആരോപണം ഉന്നയിച്ചത്. CMRLൻ്റെ ഹർജി നിലനിൽക്കില്ലെന്നും SFIO ചൂണ്ടിക്കാട്ടി. വാദങ്ങൾ ഒരാഴ്ചയ്ക്കുള്ളിൽ എഴുതി നൽകാൻ കക്ഷികൾക്ക് ഹൈക്കോടതി നിർദ്ദേശവും നൽകി. കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധിക്കെതിരെ വിജയരാഘവൻ നടത്തിയ പരാമർശത്തിൽ DGPക്ക് പരാതി നൽകി യൂത്ത് ലീഗ്. പരാതി പരിശോധിച്ച് നടപടി സ്വീകരിക്കാൻ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് DGP നിർദ്ദേശം നൽകി. തിരൂരങ്ങാടി മണ്ഡലം പ്രസിഡന്റാണ് DGPക്ക് പരാതി നൽകിയത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയും തുടർന്ന് പ്രിയങ്കയും ജയിച്ചത് വർഗീയ ശക്തികളുടെ പിന്തുണയോടെ ആയിരുന്നുവെന്നായിരുന്നു വിജയരാഘവന്റെ വിവാദ പ്രസ്താവന. വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ കോൺഗ്രസ് വിജയം സംബന്ധിച്ചുള്ള CPM പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവന്റെ പരാമർശത്തിൽ BJPക്ക് സംശയമില്ലെന്ന് കേന്ദ്രമന്ത്രി V മുരളീധരൻ. എന്നാൽ ഡൽഹിയിൽ കോൺഗ്രസിനെ കൊടിപിടിക്കുന്ന ആളാണ് വിജയരാഘവനെന്നും അത് പറയാൻ എന്ത് അർഹതയാണുള്ളതെന്നും മുരളീധരൻ അഭിപ്രായപ്പെട്ടു. നവകേരള സദസ്സ് സമ്പൂർണ്ണ പരാജയമെന്ന് CPM പാലക്കാട് ഏരിയ സമ്മേളനത്തിൽ വിമർശനം. ആഭ്യന്തര വകുപ്പാണ് സർക്കാരിന് കൂടുതൽ ചീത്തപ്പേരുണ്ടാക്കുന്നതെന്നും ഏരിയ സമ്മേളനത്തിൽ വിമർശനമുയർന്നിരുന്നു. നിലവിലെ രീതി പിന്തുടർന്നാൽ അടുത്ത കാലത്തൊന്നും പാലക്കാട് മണ്ഡലം CPMനെ തിരികെ പിടിക്കാനാവില്ലെന്നും തെരഞ്ഞെടുപ്പ് സമയത്ത് ഏരിയ കമ്മിറ്റി അംഗം ഷുക്കൂർ നടത്തിയ അപ്രതീക്ഷിതമായ നീക്കം തിരിച്ചടിയായെന്നും സമ്മേളനത്തിൽ പ്രതികൾ ചൂണ്ടിക്കാട്ടി. കട്ടപ്പന റൂറൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ നിക്ഷേപകൻ സാബു തോമസിന്റെ ആത്മഹത്യയിൽ ആരോപണ വിധേയർക്കെതിരെ അന്വേഷണ സംഘം ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താതിൽ പ്രതിഷേധം ശക്തം. കട്ടപ്പന റൂറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ജീവനക്കാരുടെയും CPM ജില്ലാ കമ്മിറ്റി അംഗം VR സജിയുടെയും മൊഴിയെടുപ്പ് ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല. സാബുവിൻ്റെ ഭാര്യ മേരിക്ക് കുട്ടിയുടെയും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും മൊഴി പോലീസ് ശേഖരിച്ചു. വിഷയത്തിൽ BJPയും കോൺഗ്രസും പ്രതിഷേധം ശക്തമാക്കാനാണ് തീരുമാനം. ഇതിന്റെ ഭാഗമായി 27-ന് കട്ടപ്പന DYSP ഓഫീസിലേക്ക് മാർച്ച് നടത്തും. അതേസമയം സംഭവത്തിൽ CPM സാബു തോമസിന്റെ കുടുംബത്തിനൊപ്പമാണെന്നും CPM ജില്ലാ സെക്രട്ടറി പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാഹനവ്യൂഹം വീണ്ടും അപകടത്തിൽപ്പെട്ടു. വെഞ്ഞാറമൂട് പള്ളിക്കൽ വെച്ച് കമാൻഡോ വാഹനത്തിനുമേൽ ലോക്കൽ പോലീസിന്റെ ജീപ്പ് ഇടിച്ചാണ് അപകടമുണ്ടായ. സംഭവത്തിൽ ആർക്കും പരിക്കില്ല. കടക്കൽ കോട്ടപ്പുറത്തുള്ള പരിപാടി കഴിഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രി തിരിച്ചു വരുന്നതിനിടെയാണ് അപകടം ഉണ്ടായത്. ആലുവ സ്വദേശിനിയായ നടിയുടെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത വ്യത്യസ്ത കേസുകൾ നടന്മാരായ മുകേഷിനും ഇടവേള ബാബുവിനുമെതിരായ കുറ്റപത്രം സമർപ്പിച്ചു. നടൻ മുകേഷിനെതിരായ ലൈംഗിക പീഡന കേസിൽ വടക്കാഞ്ചേരി കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. അമ്മയിൽ അംഗത്വം വാഗ്ദാനം ചെയ്ത് അപമര്യാദയെ പെരുമാറി എന്ന കേസിൽ കൊച്ചി നോർത്ത് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇടവേള ബാബുവിനെതിരായ കുറ്റപത്രം. ആലുവ സ്വദേശിനിയായ നടിയുടെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് റിപ്പോർട്ട് നൽകിയത്. കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരി നിന്നുള്ള വിമാന സർവീസ് 8 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം പുനരാരംഭിച്ചു. ഇൻഡിഗോ എയർലൈൻസാണ് പുതുച്ചേരിയിൽ നിന്ന് ഹൈദരാബാദിലേക്കും ബാംഗ്ലൂരിലേക്കും സർവീസ് നടത്തുക. തൃപ്പൂണിത്തുറ നഗരസഭയിൽ LDF ഭരണത്തിനെതിരെ BJP കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ ചൊല്ലി കോൺഗ്രസ് പ്രവർത്തകരും BJP പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റം. എന്നാൽ LDF ഭരിക്കുന്ന നഗരസഭയിൽ LDFും UDFും അവിശ്വാസത്തിൽ നിന്ന് വിട്ടുനിന്നു. BJPയുടെ അവിശ്വാസ പ്രമേയത്തിന് പിന്തുണ നൽകാതെ നഗരസഭയിലെ LDF ഭരണത്തിനെതിരെ UDF കൗൺസിലർമാർ പ്രതിഷേധവുമായി എത്തുകയായിരുന്നു. ഇതോടെയാണ് ഇരുകൂട്ടരും തമ്മിൽ വാക്കേറ്റം ഉണ്ടായത്. നെടുമ്പാശ്ശേരി വിമാനത്താവളം എന്ന് പറയുമ്പോൾ തന്നെ ജനങ്ങൾ കരുണാകരനെ ഓർമ്മിക്കുമെന്ന് മുരളീധരൻ. എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് നിർത്തുകയും കേരളത്തിൽ ഒട്ടേറെ വികസനങ്ങൾ കൊണ്ടുവരികയും ചെയ്ത നേതാവാണ് കരുണാകരനെന്ന് മുരളീധരൻ അനുസ്മരിച്ചു. കരുണാകരൻ സ്റ്റഡി സെന്റർ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വനനിയമ ഭേദഗതി LDFിൽ കടുത്ത ഭിന്നത. കർഷക വിരുദ്ധമായ ഭേദഗതികളിൽ അതൃപ്തി മുഖ്യമന്ത്രി അറിയിച്ച് കേരള കോൺഗ്രസ്. മുഖ്യമന്ത്രിയുടെ ആശങ്കകൾ പങ്കുവച്ച് ജോസ് കെ മാണിയും മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ശശീന്ദ്രൻ നേരം വെളുത്തില്ലെന്നും ബിൽ പാസാക്കിയാൽ വലിയ പ്രതിഷേധമുണ്ടാകുമെന്നും താമരശ്ശേരി ബിഷപ്പ് സർക്കാരിന് മുന്നറിയിപ്പ് നൽകി. പ്രതിപക്ഷത്തിൻ്റെയും ക്രൈസ്തവ സഭകളുടെയും കടുത്ത എതിർപ്പിനിടെ കേരള കോൺഗ്രസ് പരസ്യമായി വിമർശിച്ചാണ് പ്രശ്നം. സർക്കാർ തീരുമാനങ്ങളുടെ കാതൽ ഏതാണെന്ന് മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്വം ഉദ്യോഗസ്ഥർക്കുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുകയും ഭരണത്തിന്റെ ഗുണഫലങ്ങൾ സാധാരണക്കാർക്ക് പ്രാപ്യമാക്കുകയും ചെയ്യുകയുമാണ് അദാലത്തുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് റവന്യൂ മന്ത്രി രാജൻ പറഞ്ഞു. കരുതലും കൈത്താങ്ങും കൊടുങ്ങല്ലൂർ താലൂക്ക് തല അദാലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കാസർഗോഡ് മെഗാലിൽ അബ്ദുൽ സലാമിനെ കഴുത്തറുത്തുന്ന കേസിൽ 6 പ്രതികൾക്ക് ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ വീതം പിഴയും ശിക്ഷ വിധിച്ചു കോടതി. കുമ്പള ബദരിയ നഗറിലെ സിദ്ദീഖ്, ഉമർ ഫാറൂഖ്, പെർവാടിയിലെ സഹീർ, പേരാൽ സ്വദേശി നിയാസ്, അരിക്കാടി ബംബ്രാണിയിലെ ഹരീഷ്, മെഗ്രാൽ, മാളിയങ്കര കോട്ടയിലെ ലത്തീഫ് എന്നിവരെയാണ് ശിക്ഷിച്ചത്. ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി പാലക്കാട് തത്തമംഗലം ചെന്താമര നഗർ BJP
ചെന്താമര നഗർ JBU സ്കൂളിൽ സ്ഥാപിച്ചിരുന്ന പുൽക്കൂട് തകർത്ത നിലയിൽ കണ്ടെത്തി. കഴിഞ്ഞ ദിവസം നെല്ലേമ്പള്ളി ഗവൺമെൻറ് UP സ്കൂളിലെ ക്രിസ്മസ് ആഘോഷത്തിനിടെ വിശ്വഹിന്ദു പരിഷത്ത് നേതാക്കളെത്തി ഭീഷണി മുഴക്കിയതിന് പിന്നാലെയാണ് ചിറ്റൂർ മേഖലയിലെ തന്നെ മറ്റൊരു സ്കൂളിൽ സ്ഥാപിച്ചിരുന്ന പുൽക്കൂട് തകർന്ന നിലയിൽ കണ്ടെത്തുന്നത്. 7 ലക്ഷത്തിലേറെ പേർക്ക് അന്നമേകി ദേവസ്വം ബോർഡിൻ്റെ സന്നിധാനത്തെ അന്നദാന മണ്ഡപം ശബരി സന്നിധിയിലെ അന്നദാനത്തിന് ലോകമെമ്പാടുമുള്ള ഭക്തരിൽ നിന്ന് ഇക്കുറി ഓൺലൈനിൽ ലഭിച്ച സംഭാവന 2.18 കോടി രൂപയാണെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അറിയിച്ചു. കോഴിക്കോട് വടകര കരിമ്പനപ്പാലത്ത് റോഡരിൽ നിർത്തിയിട്ട കാരവാനിൽ 2 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. മലപ്പുറം വണ്ടൂർ വാണിയമ്പലം സ്വദേശി മനോജ്, കണ്ണൂർ പാറശ്ശേരി സ്വദേശി ജോയൽ എന്നിവരാണ് മരിച്ചത്. വാഹനത്തിൻ്റെ മുന്നിൽ സ്റ്റെപ്പിലും പിൻഭാഗത്തുമുണ്ടായ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാവിലെ മുതൽ റോഡരിൽ നിർത്തിയിട്ട നിലയിലായിരുന്നു വാഹനം. കണ്ണൂരിൽ വാഹനത്തിന് ആളെ എത്തിച്ച് മടങ്ങിയവരാണ് പോലീസ് പറയുന്നു. AC ഗ്യാസ് ലീക്കായതാകും മരണകാരണമെന്നാണ് പോലീസ് സംശയിക്കുന്നത്. പൊന്നാനിയിൽ കാരവൻ ടൂറിസം കമ്പനിയിലെ ഡ്രൈവറാണ് മരിച്ച മനോജ്. ഇതേ കമ്പനിയിലെ ജീവനക്കാരനാണ് ജോയൽ. എറണാകുളം കാക്കനാട് KMM കോളേജിലെ NCC ക്യാമ്പിൽ പങ്കെടുത്ത 75 സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സ തേടി. CPM തിരുവനന്തപുരം ജില്ലാ സമ്മേളന വേദിക്കൽ യുവാവിൻ്റെ ആത്മഹത്യ ശ്രമം. തിരുവനന്തപുരം കരടി വിളാകം സ്വദേശി രതീഷാണ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത്. ഗുരുതരമായ പൊള്ളൽ. രതീഷ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വിമാനത്തുള്ളിൽ യാത്രക്കാർ തമ്മിൽ സംഘർഷം. 2 യാത്രക്കാർ തമ്മിൽ ആരംഭിച്ച വാക്പോര ഏറ്റുമുട്ടലാണ് കലാശിച്ചത്. ഞായറാഴ്ച രാവിലെ 7:30 കോപ്പൻഹേഗൻ ദില്ലി എയർ ഇന്ത്യ വിമാനത്തിലാണ് സംഭവം. യാത്രക്കാർ തമ്മിൽ സംഘർഷമുണ്ടായെന്നും എന്നാൽ പിന്നീട് അത് വളരെ സൗഹാർദ്ദപരമായി പരിഹരിച്ചെന്നും എയർ ഇന്ത്യ അധികൃതർ അറിയിച്ചു. പ്രശസ്ത ചലച്ചിത്രകാരൻ ഷാബ് ബെനഗൽ അന്തരിച്ചു. ഇന്നലെ വൈകിട്ട് 6:30 മുംബൈയിലെ വൊക്കാഡ് ആശുപത്രിയിലായിരുന്നു അന്ത്യം. വൃക്ക സംബന്ധമായ പ്രശ്നങ്ങൾക്കായി ചികിത്സയിലായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾക്ക് 1974 പത്മശ്രീയും 1991 പത്മഭൂഷൺ നൽകി രാജ്യം ബെനഗലിനെ ആദരിച്ചിരുന്നു. പുഷ്പ 2 പ്രീമിയർ ഷോ ദുരന്തവുമായി ബന്ധപ്പെട്ട നടൻ അല്ലു അർജുനെ ഹൈദരാബാദ് പോലീസ് ഇന്ന് ചോദ്യം ചെയ്യും. ഇന്ന് രാവിലെ 11-ന് ചിക്കട്പള്ളി പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്നാണ് ഹൈദരാബാദ് പോലീസിന് നോട്ടീസ് നൽകി. പോലീസ് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തിയാണ് അല്ലു അർജുന് നോട്ടീസ് കൈമാറിയത്. അന്വേഷണവുമായി സഹകരിക്കുമെന്നും അല്ലു അർജുൻ പറഞ്ഞതായി റിപ്പോർട്ടുകൾ. അതേസമയം അല്ലു അർജുൻ്റെ വീട് ആക്രമിച്ച കേസിൽ 6 പ്രതികൾക്ക് ജാമ്യം ലഭിച്ചു. പ്രതികൾക്ക് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുമായി ബന്ധമുണ്ടെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. പുഷ്പ 2 സിനിമയുടെ പരസ്യത്തിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ച സംഭവത്തിൽ നടൻ അല്ലു അർജുനെ ആരും കുറ്റപ്പെടുത്തുന്നതും കേസ് പിൻവലിക്കാൻ തയ്യാറാണെന്നും മരിച്ച രേവതിയുടെ ഭർത്താവ് ഭാസ്കർ ഡിസംബർ 4 നടന്ന സംഭവത്തിൽ രേവതിയുടെയും ഭാസ്കറിൻ്റെയും മകൻ ശ്രീ തേജിനും പരിക്കേറ്റിരുന്നു. മസ്തിഷ്ക മരണം സംഭവിച്ച ശ്രീ തേജ് വെന്റിലേറ്റർ സഹായത്തോടെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൻ്റെ പിറ്റേ ദിവസം മുതൽ അല്ലു അർജുൻ ഞങ്ങളുടെ കുടുംബത്തിന് എല്ലാ സഹായമായി ഒപ്പമുണ്ടെന്നും ആരെയും കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ലെന്നും ഇത് ഞങ്ങളുടെ ദുർവിധിയാണെന്നും ഭാസ്കർ പറഞ്ഞു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായ ജസ്റ്റിസ് V രാമസുബ്രഹ്മണ്യൻ. തമിഴ്നാട്ടിൽ നിന്നുള്ള സുപ്രീം കോടതി മുൻ ജഡ്ജിയാണ് രാമസുബ്രഹ്മണ്യൻ. കർണാടകയിലെ ഹുബ്ബള്ളിയിലെ ശിവക്ഷേത്രത്തിൽ LPG സിലിണ്ടർ പൊട്ടിത്തെറിച്ച് 9 അയ്യപ്പ ഭക്തർക്ക് ഗുരുതരമായി പൊള്ളലേറ്റു. രാജ്യത്തെ എല്ലാ കുട്ടികൾക്കും നിർബന്ധവും സൗജന്യമായ ഔപചാരിക വിദ്യാഭ്യാസം നൽകുന്നത് സംബന്ധിച്ച് 2010 നിയമത്തിൽ ഭേദഗതി വരുത്തി കേന്ദ്ര സർക്കാർ. 5-8 ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് പതിവായി പരീക്ഷ നടത്താനുള്ള അധികാരം സംസ്ഥാന സർക്കാരുകൾക്ക് നൽകുന്നതാണ് പുതിയ ഭേദഗതി. ഇതുവരെ നിലവിലുണ്ടായിരുന്ന നോ ഡിറ്റൻഷൻസ് നയത്തിലെ മാറ്റമാണ് ശ്രദ്ധേയം. മുൻ IAS ട്രെയിനി പൂജ ഖേദറുടെ മുൻകൂർ ജാമ്യ ഹർജി ദില്ലി ഹൈക്കോടതി തള്ളി. അറസ്റ്റ് എന്നുള്ള ഇടക്കാല സംരക്ഷണവും കോടതി റദ്ദ് ചെയ്തു. പൂജയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമെന്ന് ദില്ലി പോലീസ് കോടതിയെ അറിയിച്ചു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.